ഹരേ കൃഷ്ണ. കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരിടത്ത് പണ്ഡിതനായ ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു. വേദശാസ്ത്രങ്ങളിലും മറ്റും അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്ന ബ്രാഹ്മണനോട് ഏവർക്കും വളരെയധികം ആദരവായിരുന്നു. ആ പ്രദേശത്ത് അദ്ദേഹത്തെക്കാൾ അറിവുള്ള വേറെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഭഗവാന്റെ വലിയ ഭക്തനായ ബ്രാഹ്മണനെ വളരെയധികം ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെ ബ്രാഹ്മണൻ തൻ്റെ കഴിവിൽ വളരെയധികം അഭിമാനിച്ചിരുന്നു. ആ നാട്ടിൽ ലക്ഷ്മി എന്നു പേരുള്ള ഒരു പെൺകുട്ടി ജീവിച്ചിരുന്നു. പശുക്കളെ വളർത്തി അവയുടെ പാൽ വിറ്റാണ് അവൾ ജീവിച്ചിരുന്നത്. കൂട്ടിനായി രോഗിയായ അച്ഛൻ മാത്രം. അതിരാവിലെ എണീറ്റ് അച്ഛനെ ഭക്ഷണം തയ്യാറാക്കിയ ശേഷം പശുക്കളെ കറന്ന് പാൽ വീടുകളിൽ കൊണ്ടുകൊടുക്കുകയും വേണം. ആ ബ്രാഹ്മണനെ പതിവായി പാൽ കൊടുത്തുകൊണ്ടിരുന്നത് ലക്ഷ്മിയാണ്. ഒരു പുഴ കടന്നു വേണം അവിടേക്ക് എത്തിച്ചേരാൻ. ഒരു ദിവസം ലക്ഷ്മി പാലുമായി പുഴക്കടവിലെത്തിയപ്പോൾ അവിടെ തോണിയുണ്ടായിരുന്നില്ല. ഒടുവിൽ വളരെ വൈകിയാണ് ബ്രാഹ്മണൻ്റെ വീട്ടിലെത്തിയത്. അടുത്ത ദിവസം മുതൽ സൂര്യോദയത്തിന് മുൻപ് പാൽ എത്തിയിരിക്കണമെന്ന് ബ്രാഹ്മണൻ ലക്ഷ്മിയോട് പറഞ്ഞു. അടുത്ത ദിവസവും പുഴക്കടവിലെത്തിയപ്പോൾ തോണിയില്ല. ബ്രാഹ്മണൻ്റെ വീട്ടിലെത്താൻ അവൾ വൈകി. ബ്രാഹ്മണൻ ലക്ഷ്മിയോട് ദേഷ്യപ്പെട്ടു. തോണിക്കാരൻ വരാത്തതുകൊണ്ടാണ് വൈകിയതെന്ന് ലക്ഷ്മി പറഞ്ഞു. ബ്രാഹ്മണൻ അപ്പോൾ അഭിമാനത്തോടെ പറഞ്ഞു, ഞാൻ എത്രയോ പണ്ഡിതനായ ആളാണ്. മഹാന്മാർ പോലും എന്നെ ബഹുമാനിക്കുന്നു. എന്നാൽ വെറും ഒരു പാൽക്കാരിയെ എന്നെ അനുസരിക്കാതെ എന്നെ അപമാനിച്ചിരിക്കുന്നു. ബ്രാഹ്മണൻ പറഞ്ഞു, എങ്ങനെ ബഹുമാനിക്കും? അതിനെ നിനക്ക് വിദ്യാഭ്യാസമുണ്ടോ? ഇതെല്ലാം കേട്ട് ലക്ഷ്മിക്ക് സങ്കടം തോന്നി. പക്ഷേ അവളൊന്നും മിണ്ടിയില്ല. ബ്രാഹ്മണൻ പറഞ്ഞു, ആളുകൾ ഹരിയുടെ നാമം ജപിച്ച് ജീവിതമാകുന്ന സംരംഭത്തെ മറികടക്കുന്നു. ഇവിടെ നിനക്ക് ഒരു ചെറിയ നദി പോലും മറികടക്കാൻ കഴിയുന്നില്ല. കഷ്ടം തന്നെ. ബ്രാഹ്മണൻ്റെ ഈ വാക്കുകൾ അവളുടെ മനസ്സിൽ പതിഞ്ഞു. അടുത്ത ദിവസം സൂര്യോദയത്തിന് മുൻപ് പാലുമായി എത്തിയ ലക്ഷ്മിയെ കണ്ട് ബ്രാഹ്മണൻ അത്ഭുതപ്പെട്ടു. എല്ലാ ദിവസവും വൈകി വരുന്ന നീ ഇത്രയും നേരത്തെ എത്തിയതെങ്ങനെയെന്ന് ബ്രാഹ്മണൻ അവളോട് ചോദിച്ചു. ലക്ഷ്മി മറുപടി പറഞ്ഞു, അങ്ങ് ഇന്നലെ പറഞ്ഞ പോലെ ഹരിയുടെ നാമം ജപിച്ചാണ് ഞാൻ ഇക്കരെ കടന്നത്. ലക്ഷ്മിയുടെ നിഷ്കളങ്കമായ വാക്കുകൾ കേട്ട് ബ്രാഹ്മണൻ അത്ഭുതപ്പെട്ടു. അവൾ കള്ളം പറയുകയാണെന്ന് ബ്രാഹ്മണൻ ഉറപ്പിച്ചു. സംശയം തീർക്കാനായി ബ്രാഹ്മണൻ ലക്ഷ്മിയോടൊപ്പം പുഴക്കടവിലെത്തി. ലക്ഷ്മിയുടെ കള്ളം ഇപ്പോൾ അവസാനിക്കുമെന്ന് ഓർത്ത് ബ്രാഹ്മണൻ മനസ്സിൽ ചിരിച്ചു. ലക്ഷ്മിയാകട്ടെ ഹരിനാമം ജപിച്ചുകൊണ്ട് പുഴയിലേക്കിറങ്ങി. പിന്നാലെ ബ്രാഹ്മണനും. നാമം ജപിക്കുന്നുണ്ടെങ്കിലും ബ്രാഹ്മണൻ്റെ ശ്രദ്ധ മുഴുവൻ വസ്ത്രത്തിലായിരുന്നു. അത് നനയാതിരിക്കുവാൻ അയാൾ ശ്രദ്ധിക്കുന്നുമുണ്ട്. പെട്ടെന്ന് ബ്രാഹ്മണൻ വെള്ളത്തിലേക്ക് വീണു. ലക്ഷ്മി അയാളെ എണീപ്പിച്ച് കരയിലെത്തിപ്പിച്ചു. ലക്ഷ്മി ബ്രാഹ്മണനോട് പറഞ്ഞു, അങ്ങയുടെ ശ്രദ്ധ നാമജപത്തിലല്ലായിരുന്നു, വസ്ത്രത്തിലായിരുന്നു. ലക്ഷ്മിയുടെ വാക്കുകൾ ബ്രാഹ്മണൻ്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ബ്രാഹ്മണനിൽ അഹങ്കാരം നിറഞ്ഞിരുന്നു. ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തൻ എന്ന അഹങ്കാരം. വേദശാസ്ത്രങ്ങളിൽ പണ്ഡിതനായിരുന്നുവെങ്കിലും അയാൾക്ക് ഭഗവാനിൽ പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരുന്നില്ല. മറ്റുള്ളവർക്ക് ഭക്തിയുടെ മാർഗം ഉപദേശിച്ചിരുന്ന അയാൾ പക്ഷേ സ്വയം അതിലൊന്നും വിശ്വസിച്ചില്ല. അയാൾ ജീവിതകാലം മുഴുവൻ ഭഗവാന്റെ കഥകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ടും യഥാർത്ഥ ഭക്തി അറിയാതെ പോയി. എന്നാൽ ലക്ഷ്മിയാകട്ടെ ബ്രാഹ്മണൻ്റെ വാക്കുകൾ ഉറച്ചു വിശ്വസിച്ചു. ഏതൊരു സാഹചര്യത്തിലും ഭഗവാൻ രക്ഷിക്കുമെന്ന് അവൾക്ക് ദൃഢമായ വിശ്വാസമുണ്ടായിരുന്നു. ഭഗവാനിൽ ദൃഢമായ വിശ്വാസം ഉറപ്പിച്ചതുകൊണ്ട് ആ പുഴ മറികടക്കാൻ അവൾക്ക് കഴിഞ്ഞു. വേദശാസ്ത്രങ്ങളിൽ അറിവ് നേടിയതുകൊണ്ടോ ശ്ലോകങ്ങൾ മനഃപ്പാഠമാക്കിയതുകൊണ്ടോ ആരും ശ്രേഷ്ഠരാകുന്നില്ല. നിഷ്കാമ ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ ഭഗവാനെ അറിയാൻ സാധിക്കൂ. ഈ ലോകം മുഴുവൻ കൃഷ്ണമയമാണ്. അതുകൊണ്ട് ഭഗവാനെ ദൃഢമായി വിശ്വസിച്ച് നമുക്കും ഭഗവാനെ പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. ഹരി ഹരി ബോൽ.